സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട MP ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടിയാണത് പ്രസിദ്ധീകരിച്ചത്. താങ്കളും അത് കണ്ടു കാണും. RSS എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ മൂന്നാമത്തെ ഇര താനാണ് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഇര എന്ന് പറയുമ്പോൾ തീർച്ചയായും RSSകാർ ബ്രിട്ടാസിൻ്റെ തലയ്ക്ക് ഉന്നം പിടിച്ചു വച്ചിരിക്കുന്നു. ബ്രിട്ടാസിനെ ഏതു വിധേനയും ഇല്ലാതാക്കാൻ വേണ്ടി RSS മാർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ബ്രിട്ടാസിൻ്റെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മൂന്നാമത്തെ ആളാണ്, മൂന്നാമത്തെ ഇരയാണ്, അല്ലെങ്കിൽ ഇരയാക്കപ്പെടാൻ പോകുന്ന ആളാണ്, മൂന്നാം നമ്പറാണ് എൻ്റെ. അപ്പോൾ നമ്മൾ ഈ ലോകകപ്പൊക്കെ കളിച്ചപ്പോൾ 10ാം നമ്പർ നമ്മുടെ ഉള്ളിലെല്ലാവർക്കും കയറി വന്നു, മെസ്സിയുടെ നമ്പറാണ് എന്ന് പറഞ്ഞതുപോലെ ബ്രിട്ടാസിൻ്റെ 3ാം നമ്പർ കൽപ്പിക്കപ്പെടുമ്പോൾ എന്തായാലും 1, 2 എന്ന് എണ്ണി തുടങ്ങിയാലല്ലേ 3ലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയെങ്കിൽ 1ാം സ്ഥാനക്കാരനും 2ാം സ്ഥാനക്കാരനും ആരായിരിക്കും? 1ഉം 2ഉം കഴിഞ്ഞിട്ടല്ലേ 3ലേക്ക് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു MP എന്ന രീതിയിൽ, രാജ്യത്ത് ഉത്തരവാദിത്വ ബോധമുള്ള പൗരബോധമുള്ള ഒരു MP എന്ന രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ സമൂഹത്തോട് അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം അത് വ്യക്തമാക്കേണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ RSS ഉന്നം വച്ചിരിക്കുന്നു. 3ാം നമ്പർ ഞാനാണെന്ന് പറയുമ്പോൾ 1ഉം 2ഉം പേരുകാർ ആരാണ്? അവരെയും ഉന്നം വച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും ബ്രിട്ടാസ് അടക്കമുള്ള 3 പേരും ഭീഷണിയിലാണ്. അവർക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. തീർച്ചയായും ആ സുരക്ഷാ ഭീഷണി ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഒരാളാലും കൊല്ലപ്പെടാൻ പാടില്ല, ഒരു പ്രസ്ഥാനത്താലും കൊല്ലപ്പെടാൻ പാടില്ല. ആർക്കും ഒരാളും ഒരു വ്യക്തിയും ഒരു പ്രസ്ഥാനവും വെല്ലുവിളി ഉയർത്താൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഈ ബ്രിട്ടാസ് അടക്കമുള്ള 3 നമ്പറുകൾ, 1ഉം 2ഉം 3ഉം നമ്പറുകൾ ഇട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ബ്രിട്ടാസ് 3ാം നമ്പറാണ് നമുക്ക് മനസ്സിലായി. മറ്റ് 2 പേര് ആരാണ്? അവരെ രക്ഷിക്കേണ്ട ബാധ്യതയും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ബ്രിട്ടാസിനുണ്ട്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം വിചാരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു CPMൻ്റെ ലീഡർഷിപ്പ് ഹെറാർക്കിലൊരു വലിയ ഹോളുണ്ടായിരിക്കുകയാണ്, ഒരു ഗുഹയുണ്ടായിരിക്കുകയാണ്. ആളില്ല. ശരിക്കും പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്യുതാനന്ദൻ്റെ കൂട്ടോ നയനാരുടെ കൂട്ടോ EMSൻ്റെ കൂട്ടോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഇപ്പോൾ തൽക്കാലം ഇതില്ല. പണ്ടത്തെ ഒരു മുദ്രാവാക്യം പോലെ ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉത്തരം പറയാനൊന്നും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണിത്. അപ്പോൾ ഇവിടെ ഒരു ശൂന്യത, നേതൃത്വ ശൂന്യത അല്ലെ വാക്യൂം ഫില്ല് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ബ്രിട്ടാസാണ്. ബ്രിട്ടാസിന് BJP ആയിട്ടുള്ള ബന്ധം, പിണറായി വിജയൻ കണ്ടിന്യൂ ചെയ്ത BJP ആയിട്ട് നല്ല ബന്ധമുണ്ട്. മൊത്തം വേണമെങ്കിൽ. പക്ഷേ ആരാണ് ബ്രിട്ടാസിനെ ശത്രുവായിട്ട് കാണുന്നത്? പിണറായി വിജയൻ എന്ന നേതാവിനെ PMCയിൽ കൊണ്ട് ഒപ്പുവയ്പ്പിച്ചതിന്റെ ചരട് വരിച്ചതും പാലമായി നിന്നും ബ്രിട്ടാസ് ആണെന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടാസിനെ വധിക്കേണ്ട ആവശ്യം ആർക്ക്? അപ്പോൾ 2-3 ചോയ്സ് ഉണ്ട്. ബ്രിട്ടാസിനെ ഉണ്ട് ഭീഷണിയുള്ളത് ആർക്കൊക്കെ ഉള്ളത്. ഒന്ന്, BJPക്കാർക്ക് ബ്രിട്ടാസിനെ യാതൊരു ഭീഷണിയും കാണിയില്ല. ബ്രിട്ടാസിനെ എങ്ങനെ കൊണ്ടുനടക്കണം നന്നായിട്ട് BJPക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ മോഡിക്കറിയാം. എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ തന്നെയാണ്, പ്രിയപ്പെട്ട ആളാണ് ബ്രിട്ടാസ്. അപ്പം ബ്രിട്ടാസിനെ ഭീഷണിപ്പെടുത്തുന്ന ആരാണ്? കോൺഗ്രസ്സുകാർക്കും ബ്രിട്ടാസിനെ വലിയ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വലിയ തലവേദനയില്ല. ഒരു തലവേദനയും ബ്രിട്ടാസ് ഉണ്ടാക്കുന്നില്ല. പിന്നെ ആരായിരിക്കണം? ഒന്നുകിൽ സാമ്പത്തിക ഇടപാടിൽ ബ്രിട്ടാസ് വാക്ക് വായിക്കാത്തതിൻ്റെ പേരിലുള്ള ഏതെങ്കിലും കൊട്ടേഷൻ സംഘമാകാം, അല്ലെങ്കിൽ ബ്രിട്ടാസിൻ്റെ പാർട്ടിയിൽ തന്നെ ബ്രിട്ടാസിൻ്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ ഇഷ്ടപ്പെടാത്ത പകുതി ബുദ്ധിജീവികൾക്കാവാം. കാരണം ബ്രിട്ടാസ് ഒരു ബുദ്ധിജീവിയാണ്. അപ്പോൾ അതുപോലെ ബുദ്ധിജീവികൾ കേരളത്തിലുണ്ട്. അവർക്കൊരു തോമസ് ഐസക്കുണ്ട്, ബാലഗോപാലുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അല്ല, അത് രാജ്മോഹൻ സാർ പറഞ്ഞതിൽ വളരെ പ്രസക്തമാണ്. കാരണം എന്താ വെച്ചാൽ ഈ പിണറായി വിജയൻ ഭരണത്തിലിരിക്കുമ്പോൾ ഡൽഹിയിൽ പിണറായി വിജയന് വേണ്ടി കാര്യങ്ങൾ നടത്തുകയും, അല്ലെങ്കിൽ വിദേശത്ത് പിണറായി വിജയൻ പോകുമ്പോൾ അവിടെ ഒരു മീഡിയേറ്ററായിട്ടൊക്കെ മിക്കവാറും വർത്തിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ചക്കയാണ് മാങ്ങയാണ് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണം, ബ്രിട്ടാസ് വേണം. തീർച്ചയായും. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ ആ ഒരു ഭരണസാന്നിധ്യം തീർന്നതോടുകൂടി പിന്നീട് പിണറായി വിജയനെ നയിക്കേണ്ടത് ഒരു ചുമതല ബ്രിട്ടാസിനില്ല. അങ്ങനെയാണെങ്കിൽ CPMനെ നയിക്കത്തക്ക രീതിയിൽ ഒരു അഖിലേന്ത്യാ നേതാവ് എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെ ഒരു ചോദ്യചിഹ്നം വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാജ്മോഹൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ CPMനകത്ത് ആ ഒരു സ്ഥാനം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു പറ്റം ആളുകളുണ്ടല്ലോ. അത്തരം ആളുകളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ആയിരിക്കുമോ ബ്രിട്ടാസിനുള്ളത് നമുക്കറിയില്ല. അങ്ങനെയെങ്കിലും മറ്റൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമാണല്ലോ.
മൂന്നാം നമ്പറുകാരനാണ് താൻ എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും ഉണ്ട് ഇവിടെ. ഒന്നും രണ്ടും ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമല്ലോ. അല്ലെങ്കിൽ ഞാൻ അടുത്ത ഇര ഞാനാണ് എന്നല്ലേ പറയേണ്ടത് എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ഒന്നും രണ്ടും പേര് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒന്നും രണ്ടും പേര് ആരാണെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. ഒന്നുകിൽ ഈ ഒന്നും രണ്ടും പേര് മൺമറന്നിട്ടുണ്ടോ, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അഥവാ അവരും ബ്രിട്ടാസിൻ്റെ പോലെ ഒരു ഭീഷണിയുടെ മുൻപിൽ തന്നെയാണോ, ഭീഷണിയുടെ വാൾമുനയിലാണോ എന്നുള്ളത് ബ്രിട്ടാസ് വെളിപ്പെടുത്തേണ്ടത് തന്നെയാണ്. എൻ്റെ ഒരു ബ്രിട്ടാസിനോടുള്ള അഭ്യർത്ഥന, ആയെങ്കിൽ അർജുനായെങ്കിൽ ഒത്തിരി പേരുണ്ട്. അർജുനായെങ്കിൽ ഈ അർജുനായെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട്, തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കാം എന്ന് അല്ലെ ഒരു യാത്രാപഥം ചൂണ്ടിക്കാണിച്ചു കൊടുത്തൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമാണ് പോലീസിന് വളരെ തീർച്ചയായും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സത്യസന്ധതയെങ്കിലും ബ്രിട്ടാസിന് കാണിക്കാം. താൻ ഏതായാലും പെട്ടു, ബാക്കി ഒന്നും രണ്ടും ആരാന്ന് പറയാനുള്ള അയാളുടെ ധൈര്യം, ഓട്ടോറിക്ഷക്കാരുടെ ധൈര്യം ബ്രിട്ടാസിനുണ്ടോ? അല്ല, അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണല്ലോ സാറേ. കാരണം മറ്റേ ഓട്ടോറിക്ഷക്കാരൻ ഇയാളുടെ വിരോധമൊന്നുമില്ല, അയങ്കയുടെ വിരോധമുണ്ടോ? ഇല്ലല്ലോ. അയാൾ അതുപോലെ ഇയാൾക്ക് ചെയ്യത്തില്ലെന്നാണ് ചോദിച്ചത്. ഈ ഓട്ടോറിക്ഷയിലാണ് ഈ അയങ്കിനെ ഫ്ലാറ്റിലേക്ക് ഈ ഡ്രൈവർ, ഓട്ടോറിക്ഷ ഡ്രൈവർ കൊണ്ടുവന്നാക്കിയത്. തൻ്റെ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചിത്രം കണ്ടതോടുകൂടി ഇത് ഇയാൾ തന്നെയാണ്, ഞാനാണ് കൊണ്ടുവന്നാക്കിയെന്നുള്ള ഈ ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിനോട്, നമുക്ക് നമ്മുടെ ജനങ്ങളോടൊക്കെ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഒരു സാമൂഹ്യ ജീവിയാണല്ലോ മനുഷ്യൻ. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായും സാർ പറഞ്ഞ വളരെ പ്രസക്തമാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത പോലും എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനപ്രതിനിധി കാണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. കൈരളിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്, വാർത്തകളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. തീർച്ചയായും വളരെ ദീർഘനാൾ അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ സജീവമായി അത്തരം വാർത്തകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുസ്മരണത്തിലൂടെയാണ് ഞാനിതൊക്കെ വായിച്ചറിഞ്ഞത്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്ന വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ തന്നെയായിരുന്നു ബ്രിട്ടാസ്. ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവി പരിവേഷമുണ്ട്. പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നതും എന്താണ് അവരുടേതായിട്ടുള്ളൊരു താത്വിക അവലോകനത്തിൻ്റെ രീതിയിലൊക്കെയാണ്. അത് അവരുടേതായിട്ടുള്ള ശൈലി, അതിന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ഈ 3 പേരിൽ 2 പേര് ആരൊക്കെയാണെന്നുള്ളത് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഷുഹൈബിൻ്റെ പോലെ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ്റെ പോലെയൊക്കെയുള്ള ഒരു വധം നടക്കുമ്പോൾ മാത്രം നമ്മളത് കണ്ടറിയുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരം തന്നെയാണ്. അല്ല, അത് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് ഏത് വിഭാഗത്തിൽ നിന്നാണ് ബ്രിട്ടാസിന് ഭീഷണി വന്നിരിക്കുന്നത്? ഏത് വിഭാഗത്തിൽ നിന്ന്? അതാണ് ആദ്യം പറയേണ്ടത്. അല്ല, അത് RSSന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, പക്ഷേ RSSകാർ ഇയാളെ കൊല്ലാൻ നടക്കുന്ന ആരെങ്കിലും വിചാരിക്കും? RSSനെ സംബന്ധിച്ചിടത്തോളം നേർക്കൊല്ലത്തല്ലിക്കൊല്ലുന്നല്ലേ. RSSനെ സംബന്ധിച്ചിടത്തോളം ജോൺ ബ്രിട്ടാസ് എന്ന MP എങ്ങനെയാണ് RSSകാർക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നത്? എന്താണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തരത്തിലും ഭരണത്തിന് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധി അവിടെ ഇല്ല. മാത്രമല്ല, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇത്രത്തോളം ഈ യുവാക്കളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അവിടെ ബാനർ ഉയർത്തിപ്പിടിക്കാൻ റഹീം, ജോൺ ബ്രിട്ടാസൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷകളിൽ റാങ്ക് ഹോൾഡേഴ്സ് വരെ ജോലിയില്ലാതെ അവർ മുട്ടിലിഴഞ്ഞ് സമരം നടത്തുമ്പോൾ മണ്ണ് വാരി തിന്നുന്നു, മുടി മുറിച്ച് സമരം ചെയ്യുന്നു. അപ്പോഴൊക്കെ ഈ ജോൺ ബ്രിട്ടാസ് എന്ന ഇടതുപക്ഷ പ്രതിനിധി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ MP എവിടെയായിരുന്നു? ഒരു വാക്ക് പോലും അത്തരം സമരങ്ങളെക്കുറിച്ച് ജോൺ ബ്രിട്ടാസിൻ്റെതായ ഒരു പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഇവരാരും തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഡൽഹിയിൽ കുട്ടികൾ CJP പാറ്റാ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ച് നല്ല കാര്യം തന്നെ. കാരണം യുവാക്കളുടെ പ്രശ്നങ്ങളിൽ, ന്യായമായ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ തൊട്ട് മൂക്കിന് താഴെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയും. ബ്രിട്ടാസ് ഉണ്ട്, SFI ഉണ്ട്, JNUവിലെ പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നാണ് SFI. അതുപോലെ ചുറ്റും ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല യൂണിവേഴ്സിറ്റികളിൽ SFI ഉണ്ട്. ഇവരെ ഓർഗനൈസ് ചെയ്ത് ഇവർക്ക് നേതൃത്വം നൽകി എന്തുകൊണ്ട് ഇതിനു മുമ്പ് തന്നെ ഈ CJPക്കാരും കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യാൻ ബ്രിട്ടാസിന് പറ്റിയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് പ്രശ്നമാണ്. ഈ രാഹുൽ ഗാന്ധി ഇതുമായി ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് പറ്റിയൊരു വിഷയമാണെന്ന് നോക്കിക്കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ഹൈപ്പ് കിട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ചാടി ഇറങ്ങി രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ആ ബാനറും പിടിച്ച് നിൽക്കുന്നതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. അപ്പോൾ തീർച്ചയായും
രാഹുൽ ഗാന്ധിയും ഈ സമരവുമായി ബന്ധപ്പെട്ട അവസാന നിമിഷത്തിൽ തന്നെയാണ് ഓഫ് സൈഡിൽ നിന്ന് ഗോളടിക്കുന്ന കാഴ്ചയാണ് നമ്മളതിൽ കണ്ടത്. അപ്പോൾ ഇവിടെ PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പരീക്ഷകൾ, ആ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയ ഉദ്യോഗാർത്ഥികൾക്ക് വരെ ജോലി കിട്ടാതെ അവർ മുട്ടിലിഴയുന്നു, മണ്ണുവാരി തിന്നുന്നു. ഇത്രത്തോളം പ്രതീകാത്മകമായി സർക്കാരിനെതിരെ വെല്ലുവിളിക്കുന്ന തരത്തിലൊരു സമരം നടത്തിയിട്ട് എവിടെയായിരുന്നു ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ഈ പ്രവൃത്തികൾ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. പറയും. ഒരു ജോൺ ബ്രിട്ടാസ് ഒരു ദുസ്വപ്നവും കാണണ്ട. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജോൺ ബ്രിട്ടാസിനെ ഇല്ലാതാക്കിയിട്ടോ അപായപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിച്ചിട്ടോ യാതൊരു 5 പൈസയുടെ പ്രയോജനം കിട്ടുന്ന യാതൊരു വസ്തുതകളുമില്ല. അത് മാത്രമാണ്. പിന്നെ സൂക്ഷിക്കേണ്ടത് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് സ്വർണ്ണക്കടത്തോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പക എങ്ങനെ ആര് തീർക്കുമെന്നും നമുക്കറിയത്തില്ല. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിന്നും ബ്രിട്ടാസിനെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സാർ, ഇവിടെ ഞാനൊന്നുകൂടി ഒന്ന് ഇടപെട്ട് പറയുകയാണ്. പുകയില്ലാതെ എന്താണ് തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വരാനിരിക്കുന്ന പല ദുസൂചനകളുടെ ഒരു മുന്നോടിയായിട്ടാണ് ഇത്തരം പ്രസ്താവനകളെ നോക്കിക്കാണേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. കാരണം ബ്രിട്ടാസിനെതിരെ ഭീഷണിയുണ്ടോ, ഭീഷണി ഇല്ലാതിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിടുന്നോ എന്തോ ഒരു സംഭവം അണിയറയിൽ എവിടെയെങ്കിലും ഒരുങ്ങുന്നുണ്ടോ എന്ന് വേണം സംശയിക്കാൻ. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പാർട്ടിയുടെ കൺവെൻഷനും കോൺക്ലേവും പ്ലീനവും ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും പാർട്ടിക്കകത്തുനിന്ന് എന്തുമാത്രം ശത്രുത വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അനുചിതമായിട്ടുള്ള അഹിതങ്ങളായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.